ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. സർ, ഈ ധനാഭ്യർത്ഥനയെ അംഗീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സഭയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രിയദർശിനി സൗജന്യ യാത്രയാണ്. വാസ്തവത്തിൽ അതൊരു സൗജന്യ യാത്രാ പദ്ധതി എന്നതിനപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഏതാണ്ട് 5 ലക്ഷം സ്ത്രീകളാണ് ഒരു ദിവസം അധികമായി KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത്. 20 ലക്ഷം പേർ യാത്ര ചെയ്തിരുന്നിടത്ത് 10 ലക്ഷം സ്ത്രീകളാണ് യാത്ര ചെയ്തിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ 15 ലക്ഷം പേരാണ് യാത്ര ചെയ്യുന്നത്. നമുക്കതിലൊരു 2.5 കോടിയോളം രൂപ എല്ലാ ദിവസവും ബാധ്യത വരുന്നുണ്ട്. അത് ഫിനാൻസിൻ്റെ ഭാഗത്തുനിന്ന് ധനകാര്യപരമായ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അതൊരു വിഷമകരമായ കാര്യമാണ്, നമുക്കറിയാം. പക്ഷെ ജീവിതത്തിൻ്റെയും ആ സമ്പദ്ഘടനയുടെയും ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഏതാണ്ട് 7 കോടിയിലധികം രൂപ സാധാരണക്കാരായ സ്ത്രീകളുടെ കയ്യിൽ ദിവസേന ഈ ഗവൺമെൻറ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊരു 600 കോടിയാണ് ഇപ്പോൾ ഈ ബജറ്റിൽ വെച്ചിരിക്കുന്നത്. ഒരു വർഷത്തേക്ക് എല്ലാ മാസവും കൂടെ കൂട്ടുകയാണെങ്കിൽ 800 രൂപയാണ് ഇരിക്കട്ടെ. പക്ഷെ 1 രൂപ നമ്മൾ ചെലവാക്കുമ്പോൾ അതിന് 3 രൂപയുടെ ബെനിഫിറ്റ് ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്ന വർക്കിംഗ് വിമൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സാധാരണക്കാരായ സ്ത്രീകളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് കിട്ടുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല സാർ, അവരുടെ പ്രായം ചെന്ന അച്ഛനമ്മമാർ, അവരുടെ കുട്ടികൾ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ കുടുംബ ബജറ്റിനെ തന്നെ ഈ ബജറ്റ് ശക്തിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് സന്തോഷത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും അത് മുടക്കം കൂടാതെ കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നമുക്ക് KSRTC ബസ്സുകൾ മാത്രം കൊണ്ട് നമ്മുടെ പൊതുഗതാഗത സമ്പ്രദായത്തെ നിലനിർത്താൻ സാധിക്കുകയില്ല. നമുക്ക് ഏതാണ്ട് 5700 ബസ്സാണുള്ളത്. സ്വകാര്യ മേഖല എന്ന് പൊതുവിൽ വിളിക്കപ്പെടുന്ന പൊതുഗതാഗത സമ്പ്രദായം നടത്തിക്കൊണ്ടുപോകുന്ന ഇൻവെസ്റ്റർമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരോടും നമ്മുടെ ഗവൺമെൻറ്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു വിരോധവുമില്ല. അവരെയും നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. കാരണം പൊതുഗതാഗതം, പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെയാണ് ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായത്. അവരുടെ ത്രൈമാസ നികുതി ഇനത്തിൽ ഒരു 50% ഇളവ് വരുത്തി. അവർ പോലും അത് ഡിമാൻഡ് ചെയ്തിട്ടുള്ളതല്ല, അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ തോന്നിയിട്ടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് കൈകാര്യം ചെയ്യുന്നവരെ സഹായിക്കുക, അവരും തകർന്നു പോകരുത്, അവരും മെച്ചപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന കാഴ്ചപ്പാടാണ് ആ നയത്തിലൂടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം കൂട്ടിവെച്ചുകൊണ്ട് ഒരു ഗതാഗത നയം രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വാഹനങ്ങൾ മാത്രമല്ല, കാൽനടയാത്രക്കാരുണ്ട്, അവരുടെ സുരക്ഷിതത്വമുണ്ട്. വളരെ ലളിതമായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് റോഡ് മുറിച്ച് കടക്കുന്നത്. 100 കണക്കിന് ആളുകളാണ് റോഡ് മുറിച്ച് കടന്നു എന്ന ഒറ്റ കാര്യത്തിൽ മരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവിടെ സീബ്ര ലൈനുകളുണ്ട്. അതിൻ്റെ ചെറിയൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ സീബ്ര ലൈനുകൾ വീതി കൂട്ടണം എന്നൊരു തീരുമാനം നമ്മളെടുത്തു. കാരണം ആളുകൾ ക്രോസ് ചെയ്യാൻ പേടിയാണ്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന കാൽനട യാത്രക്കാരൻ, ഒരു വീൽ ചെയറിൽ ഫുട്പാത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ യാത്രക്കാരി, അവരുടെ എല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വാഹനങ്ങൾ, അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ ഒരു ഗതാഗത നയം കൊണ്ടുവരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്ന്,
നമ്മുടെ ഗതാഗത വകുപ്പ് എന്ന് പറയുമ്പോൾ യാത്ര മാത്രമാണ് നമ്മൾ കാണുക. അതാണല്ലോ അതിൻ്റെ പർപ്പസ്, ഒബ്ജക്റ്റീവ് അതാണ്. പക്ഷെ ആ ഒബ്ജക്റ്റീവിന് നമ്മൾ വലിയൊരു വില കൊടുക്കുന്നുണ്ട്. അതാണ് വായു മലിനീകരണം. വായു മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് 1,92,00,000 വരുന്ന നമ്മുടെ വാഹനങ്ങൾ തന്നെയാണ്. അതിൽ 1,30,00,000 വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിലുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. ഇത് സംബന്ധിച്ച കൃത്യമായൊരു കണക്ക് അതും കൂടെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാഹന സെൻസസ് നടത്തുവാൻ നമ്മുടെ ഗവൺമെൻറ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന് ഈ വായു മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ സാർ വളരെ വലിയ പ്രതിസന്ധി ഉണ്ടായി. രാജസ്ഥാനും ഹരിയാനയും അവിടെ നിന്നും പരസ്യം കൊടുക്കുകയാണ്. നിങ്ങൾ പടം അയച്ചു തന്നാൽ മതി, ഈ വാഹനത്തിൻ്റെ പടം അയച്ചു തന്നാൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ അയച്ചു തരാം എന്ന രീതിയിലാണ്. വളരെ തെറ്റായ നടപടിയാണ്. ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിജിയുമായി സംസാരിച്ചു. അവർ പറഞ്ഞു നിങ്ങളത് ക്യാൻസൽ ചെയ്യുന്നതിന് വിരോധമില്ല. കാരണം ഇതൊരു കള്ളത്തരം മാത്രമല്ല, ഇതിനകത്തൊരു തെറ്റ് നടക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ വായുവിൻ്റെ ക്വാളിറ്റി കേടുവരികയാണ്. അപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വായുവിൻ്റെ ശുദ്ധവായുവിൻ്റെ ഗുണനിലവാരം സംരക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്ടർ കൂടിയാണ്. അത് ഡയറക്റ്റായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെയാണ്. അപ്പോൾ എയർ പൊല്യൂഷനും നമ്മുടെ ആരോഗ്യവും തമ്മിലുള്ള ബന്ധം ഇപ്പം നമുക്കറിയില്ലെങ്കിൽ ഡൽഹിയിൽ നല്ലപോലെ അറിഞ്ഞു തുടങ്ങി സാർ. അവിടെ കുട്ടികൾ ചുമക്കുകയാണ്, അതുപോലെ തന്നെ വയസ്സായിട്ടുള്ളവർക്ക് ശ്വാസം കിട്ടുന്നില്ല. അതുകൊണ്ട് കേരളത്തിലും അത്തരത്തിലൊരു സാഹചര്യം വരാതിരിക്കുന്നതിന് വേണ്ടി വായു മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ കർശനമായ ഒരു നടപടി നമ്മൾ സ്വീകരിക്കും. KSRTCയുടെ കാര്യം ഞാൻ കൂടുതൽ സമയക്കുറവുകൊണ്ട് പറയുന്നില്ലെങ്കിലും KSRTC ഡിപ്പോകൾ നമുക്ക് 93 അവിടെ MLAമാർക്ക് മുൻകൈ കൊടുത്തുകൊണ്ടുള്ള ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കുവാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവിടുത്തെ കാര്യങ്ങളിലെല്ലാം ഒരു മുൻകൈ കിട്ടുകയും സഭയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റികളുടെ മാതൃകയിൽ ഒരു കമ്മിറ്റി നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ ഓർഡർ വരികയാണ്. KSRTCയിൽ ബസ്സുകൾ സ്പോൺസർ ചെയ്യണം എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചെങ്കിലും അതിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടില്ല. നേരത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഗ്രാമവണ്ടികൾ അത് തുടർന്നു പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 58 ഉള്ളുവെങ്കിലും അതൊരു 500 എണ്ണമാക്കാൻ എല്ലാ ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ MLAമാരും അവരുടെ ശക്തി പ്രയോഗിക്കണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ സമയക്കുറവ് കൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ ധനാഭ്യർത്ഥന അംഗീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സഭയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.